എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, പിന്നെ സപ്ലൈ സൈഡ് പോളിസി ഒക്കെ പറഞ്ഞു. അതിൽ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് പോളിസിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ സ്ക്രീൻ കാണുന്നില്ലല്ലോ. സ്ക്രീൻ ഇപ്പൊ കാണുന്നില്ല? ഇല്ല. ഉണ്ടാവല്ലോ, കാണുന്നുണ്ട് സാറേ, കാണുന്നുണ്ട്. ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്ന ഒന്ന് ജസ്റ്റ് ഓക്കെ ഒന്ന് ഒന്ന് check ചെയ്യാം. ഒന്ന് ലീവ് ചെയ്ത് എൻ്റർ ചെയ്തു കാണാൻ പറ്റും. സോ എക്സ്ചേഞ്ച് റേറ്റ് പോളിസിനെ കുറിച്ചിട്ട് വളരെ കുറച്ചേ പറയാനുള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോ നമ്മുടെ ഫോറക്സ് റേറ്റ് എന്താണെന്ന് നമുക്കറിയാം. റിസ്ക് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാണ്. ഫോറക്സ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറൻസിയും റിലേറ്റീവ്ലി വേറെ കറൻസി തമ്മിലുള്ള ആ ഒരു റിലേറ്റീവ് കൺവേർഷൻ വാല്യൂ ആണ് എന്ത് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് പോളിസി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ഈ ഒരു ഫ്ലക്ച്വേഷൻസ്, ഓക്കെ, നമ്മുടെ വാല്യൂ വേറൊരു കറൻസി ആയിട്ട് വളരെ താഴേക്ക് പോവുക അല്ലെങ്കിൽ വാല്യൂ നല്ല രീതിയിൽ കൂടുക എന്നുള്ളതൊക്കെ എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ക്യാൻ മാനേജ് ഇറ്റ്സ് കറൻസീസ് വാല്യൂ. കമ്പനി ആ ഒരു കൺട്രിയുടെ കറൻസിയുടെ വാല്യൂ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആസ് കമ്പയർഡ് ഓർ അഗെയിൻസ്റ്റ് വിത്ത് ഫോറിൻ കറൻസീസ്. ഓക്കെ, അപ്പൊ അതാണ് എക്സ്ചേഞ്ച് റേറ്റ് പോളിസി വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റിംഗ് ടു മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയായിട്ട് കുറച്ചും കൂടെ റിലേറ്റഡ് ആണ്. മോണിറ്ററി പോളിസിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഇവർ എക്സ്ചേഞ്ച് റേറ്റിന്റെ ബാലൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാ? വാട്ട് ഈസ് ദ റീസൺസ് ഫോർ കൺട്രോളിങ് എക്സ്ചേഞ്ച് റേറ്റ്? ഈ ട്രേഡ് ഡെഫിസിറ്റ് വരിക, ട്രേഡ് സർപ്ലസ് വരിക എന്നൊക്കെ പറയും. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നാണ് അതിനെ പറയാം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റ്. വേറെ കൺട്രി ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്യാഷ് ഫ്ലോസ്, നമ്മുടെ ക്യാഷ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അവിടുത്തെ ക്യാഷ് ഫ്ലോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എപ്പോഴാണ് ട്രേഡ് ഡെഫിസിറ്റ് വരിക? നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് വരുന്നത് നമ്മുടെ എക്സ്പോർട്സ് ഒക്കെ കുറയുന്നു, ഇമ്പോർട്ട്സ് ഒക്കെ കൂടുമ്പോഴാണ്. ഓക്കെ, മോർ നെറ്റ് ഔട്ട്ഫ്ലോ വരുമ്പോഴാണ്. നെറ്റ് ഔട്ട്ഫ്ലോ ആണ് നമ്മുടെ കൺട്രിയിൽ നിന്ന് നെറ്റ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോ അങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ട്രേഡ് ഡെഫിസിറ്റിനൊക്കെ ഒഴിവാക്കണം. സർപ്ലസ് നല്ലതല്ല, ഡെഫിസിറ്റ് നല്ലതല്ല. ഓക്കെ, ഇപ്പൊ ഡെഫിസിറ്റ് ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വേറെ കുറെ മെഷേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇമ്പോർട്ട് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ക്വാട്ടാസ്, ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ അതൊന്നുമില്ല. ഈ ഒരു ഡെഫിസിറ്റ് വരുന്ന സമയത്ത് നമ്മുടെ കറൻസിയുടെ മുകളിലുള്ള ഒരു ഇമ്പാക്ട് എന്താണ്, അതെങ്ങനെയാണ് ഗവൺമെന്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഒരു കൺട്രിയിലുള്ള ഇൻഫ്ലേഷൻ കൂടുതലാണ്, ഓക്കെ, ഓൾറെഡി അറിയാം നമ്മുടെ രാജ്യത്തുള്ള ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ നമ്മുടെ കറൻസി വീക്ക് ആവുന്ന ഒരു എഫക്ട് ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിലുള്ള എന്താണ് ഇൻഫ്ലേഷൻ ഹയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് പ്രൈസസ് ഒക്കെ എന്തായിരിക്കും? ലെസ് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് എക്സ്പോർട്ട് കുറയുന്നത്. ആ കാരണം കൊണ്ട് എക്സ്പോർട്ട് കുറയുന്നത്. അപ്പൊ അത് എക്സ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെഫിസിറ്റിലേക്ക് വരും, ട്രേഡ് ഡെഫിസിറ്റിലേക്ക് ലീഡ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നറിയും? എക്സ്ചേഞ്ച് റേറ്റ് ലോവർ ചെയ്യും. ഓക്കെ, കറൻസിയിലുള്ള അവരുടെ കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയ്ക്കും. ദാറ്റ് മീൻസ് അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒന്ന് കുറച്ചിട്ട്, അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവരുടെ കറൻസി ഒന്നും കൂടെ എന്താക്കും? അതായത് ആ രീതിയിൽ അവരുടെ കറൻസിന്റെ എക്സ്ചേഞ്ച് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ എക്സ്പോർട്ട് ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടാണല്ലോ വരുന്നത്, നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ അവർക്ക് എക്സ്പെൻസീവ് ആണല്ലോ. ആ എക്സ്പെൻസീവ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്നുകൂടെ ചീപ്പർ ആക്കാം. അങ്ങനെ ചീപ്പർ ആക്കുമ്പോൾ, എക്സ്പോർട്ട് ചീപ്പർ ആക്കുന്ന സമയത്ത്, അതായത് എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്തിട്ട് എന്താണ് എക്സ്ചേഞ്ച് റേറ്റിനെ ലോവർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്സ് ഒന്നുകൂടെ ചീപ്പർ ആക്കുന്നു. ആ ഒരു ഡെഫിസിറ്റിന്റെ സിറ്റുവേഷനെ അവരെന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് നടക്കുന്നു എന്ന് പറയണ്ട. ജസ്റ്റ് ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ വരുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റിനെ ലോവർ ചെയ്തിട്ട് ഇങ്ങനെ എക്സ്പോർട്സിനെ ചീപ്പർ ആക്കാറുണ്ട്. ചീപ്പർ ആക്കുമ്പോൾ എക്സ്പോർട്സ് കുറഞ്ഞു പോയ എക്സ്പോർട്സ് എന്താകും? കുറച്ചൊന്ന് കൂടും. അങ്ങനെ കൂടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിസിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ ട്രേഡ് സർപ്ലസ് വരുന്നതും, ട്രേഡ് സർപ്ലസ് വരുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയും. ബട്ട് ട്രേഡ് സർപ്ലസ് വരുന്നത് നമ്മുടെ എക്കണോമിക്ക് നല്ലതാണെങ്കിലും, ഇങ്ങനെ ട്രേഡ് സർപ്ലസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് കാലം ഇങ്ങനെ ഭയങ്കര സർപ്ലസിൽ പോകുന്നതും
നല്ലതല്ല. ഒരുപാട് സർപ്ലസിൽ പോകുന്നതും നല്ലതല്ല. ഇപ്പൊ സർപ്ലസ് എപ്പോഴാവാം? സർപ്ലസ് ആവുന്നത് എക്സ്പോർട്സ് കൂടുതലാണ് ഇമ്പോർട്ട്സിനേക്കാൾ. എക്സ്പോർട്സ് കൂടുമ്പോഴാണ്. അപ്പൊ അങ്ങനെ എക്സ്പോർട്ട് കൂടുന്നതിന് എന്ത് ചെയ്യണം? നേരത്തെ എക്സ്പോർട്ടിനെ നേരത്തെ നമ്മൾ എക്സ്പോർട്സ് കുറവായിരുന്നു. അതായത് എക്സ്പോർട്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് റേറ്റിന് എന്ത് ചെയ്ത് ലോവർ ചെയ്തെന്ന് പറഞ്ഞു. ഇനി എക്സ്പോർട്സിനെ കുറയ്ക്കണം. ഇപ്പൊ എക്സ്പോർട്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഗവൺമെന്റ് എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക, നമ്മുടെ കറൻസിയുടെ വാല്യൂവിനെ കൂട്ടുക കുറയ്ക്കുക, അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റീസൺസ് ആയിട്ട് പറയാണ് ട്രേഡ് ഡെഫിസിറ്റ് ഓർ സർപ്ലസുകൾ എന്ത് ചെയ്യാൻ പ്രിവെന്റ് ചെയ്തിട്ട് ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്റർനാഷണൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എപ്പോഴും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എപ്പോഴും വരുന്നത് എങ്ങനെയാണെന്നറിയാം? മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ് വരുന്നത് മെയിൻറ്റെയിൻ എ ബാലൻസ് ഇൻ എന്താ ഇന്റർനാഷണൽ ട്രേഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്റർനാഷണൽ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ട്രേഡ് സർപ്ലസോ ഡെഫിസിറ്റോ അല്ല, ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടാറും കുറക്കാറൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഡെഫിസിറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് കൂടിക്കിടക്കുകയാണ്. ആ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ഇമ്പോർട്ട് എക്സ്ട്രാ താരിഫ്സും ക്വാർട്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് കുറയ്ക്കാനൊക്കെ പറ്റും. അത് വേറെ വഴികൾ. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് എക്സ്പോർട്ടിനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റിന് എന്തിനാ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ്? ട്രേഡ് സർപ്ലസ് ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ് സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അവര് എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റേബിൾ ആക്കി വെക്കണം. എന്തിനാന്ന് വെച്ചാലും ഈ എക്സ്ചേഞ്ച് റേറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയുടെ എക്സ്ചേഞ്ച് റേറ്റ് വേറെ കറൻസി ആയിട്ട് വേറെ എല്ലാ കൺട്രീസും ആയിട്ട് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്ചേഞ്ച് റേറ്റിന്റെ റിസ്ക് ഉണ്ടല്ലോ, ഫോർ ഇമ്പോർട്ടർക്കും എക്സ്ചേഞ്ച് റേറ്റിന്റെ റിസ്ക് നല്ലോണം വരും, എക്സ്പോർട്ടേഴ്സിനും വരും. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസാക്ഷൻ റിസ്ക് ഒക്കെ, ഇക്കണോമിക് റിസ്ക്കും ട്രാൻസാക്ഷൻ റിസ്ക് ഒക്കെ വരും. അപ്പൊ ആ റിസ്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കമ്പനീസിനൊക്കെ. അപ്പൊ കമ്പനീസിനൊക്കെ ആ ഒരു കൺട്രിയിലെ കറൻസിയിലുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഒരു കൺട്രിയുടെ കറൻസിക്ക് എങ്കിൽ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മീൻസ് ബിസിനസ്സുകൾക്കൊന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അവരുടെ കറൻസിയിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു ഇമ്പോർട്ടേഴ്സ് ആയാലും എക്സ്പോർട്ടേഴ്സ് ആയാലും അവർക്ക് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിലെ ഫ്ലക്ച്വേഷൻ ഒഴിവാക്കണം. ഓക്കെ, ആ ഒരു ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിലെ ഫ്ലക്ച്വേഷൻ കാരണം അവർക്ക് അവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ക്യാഷ് ഫ്ലോസ് ഒക്കെ വളരെ അൺസർട്ടൈൻ ആണ്. അപ്പൊ ബിസിനസ്സുകളൊന്നും എന്താവില്ല, ആ ഒരു കൺട്രിയിലുള്ള ബിസിനസ്സുകളൊന്നും ഈ പറയുന്ന പോലെ ഇതാണ് ബിസിനസ്സിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യൂല. അത് ബിസിനസ്സിനെ ബാധിക്കൂലേ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ എക്സ്ചേഞ്ച് റേറ്റ് റിസ്കിനെ ഒഴിവാക്കണം. കമ്പനി ഫേസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് റിസ്കിനെ കുറെയൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ സ്റ്റേബിൾ ആക്കി വെക്കും. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആവാതെ സ്റ്റേബിൾ ആക്കി കീപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഗവൺമെന്റ് എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ ഫ്രീലി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്കീം ഉണ്ട്, ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, അതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. പിന്നെ മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം പറയാനുണ്ട്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആക്കുന്ന ഒരു സംഭവം ഉണ്ട്. ക്രോളിംഗ് പെഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്താന്നുള്ളത് വളരെ ബേസിക്കലി അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള നോളജ് മതി. ഓക്കെ, ഫ്രീലി ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ മാറും. അതായത് കറൻസിയുടെ വാല്യൂ ഇങ്ങനെ മൂവ് ആകും. എന്തിനെ ബേസ് ചെയ്തിട്ട്? സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബേസ് ചെയ്തിട്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബേസ് ചെയ്തിട്ട് ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കറൻസിയുടെ വാല്യൂ എന്താകും? കൂടും. റിലേറ്റീവ് ടു ദാറ്റ് കറൻസി വാല്യൂ കൂടും. എങ്ങനെയൊക്കെയാണ് ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നത്? ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നത് എങ്ങനെയാണ്? ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ വാല്യൂ ഇൻക്രീസസ്. ഇനി ഒരു കറൻസിയുടെ സപ്ലൈ ആണ് കൂടുന്നതെങ്കിൽ വാല്യൂ ഡിക്രീസസ്. ഇങ്ങനെയുള്ള കാരണങ്ങൾ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏതാ കൂടുന്നത് അതിനനുസരിച്ച് എന്താകും? കറൻസിയുടെ വാല്യൂ കൂടുന്നു കുറയുന്നു എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഫ്രീലി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. സപ്ലൈ ആണ് കൂടുന്നതെങ്കിൽ കറൻസിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഡിമാൻഡ് ആണ് കൂടുന്നത്, നമ്മുടെ കറൻസിയുടെ ഡിമാൻഡ് ആണ് ഫോറിൻ കറൻസിനെ റിലേറ്റ് ചെയ്തിട്ട് കൂടുന്നതെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് എന്താകും?
നമ്മുടെ കറൻസിയുടെ മൂല്യം ഇങ്ങനെ കൂടും, എക്സ്ചേഞ്ച് റേറ്റ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും, സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. എങ്ങനെയൊക്കെയാണ് ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നത്? ഡിമാൻഡ് കൂടുന്നത് എങ്ങനെയാണ്? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ഒരുപാട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, അവരാണ് എക്സ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വേറെ രാജ്യത്തേക്ക് പോകില്ലേ, അപ്പൊ അവരാണ് നമ്മുടെ ഗുഡ്സ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ അവരുടെ കറൻസി നമ്മുടെ കറൻസിയിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കറൻസിയുടെ ഡിമാൻഡാണ് അവിടെ എന്ത് വരുന്നത്, കൂടുന്നത്. എക്സ്പോർട്സ് കൂടുകയാണെങ്കിൽ, എക്സ്പോർട്സ് കൂടുന്ന കാരണം കൊണ്ട് കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ നാട്ടിലേക്ക് വരും, എക്സ്പോർട്ടിന്റെ കാരണം കൊണ്ടല്ല. നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വരും. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത് എങ്ങനെയാ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്ന എപ്പോഴാണെന്ന് അറിയോ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്നത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടുമ്പോൾ, അവർ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഫോറിനിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ വളരെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ഒരുപാട് വന്നിട്ട് ഇത് ഫോറിനിലുള്ള ആൾക്കാർ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് വരും. ഇപ്പൊ ഫോറിനിലുള്ള പൈസ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ എമൗണ്ട് മൊത്തം നമ്മുടെ കറൻസിയിലേക്കുള്ള കൺവേർഷനാണ് കൂടുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ കറൻസിയുടെ ഡിമാൻഡ് ആണ് അവിടെ കൂടുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ്, നമ്മുടെ വാല്യൂ ഇൻക്രീസ് ആവുകയാണെന്ന് പറയാം കേട്ടോ, നമ്മുടെ കറൻസിയുടെ മൂല്യം കൂടുക. പിന്നെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഉണ്ട്. സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അതായത് ഇപ്പൊ ഫോറക്സ് ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്, ഫോറക്സ്. അപ്പൊ അതൊക്കെ നോർമൽ സ്പെക്യുലേഷൻസ് ഉണ്ട്. ഇപ്പൊ ഷെയറിന്റെ പ്രൈസ് ഒക്കെ ഒരുപാട് സ്പെക്യുലേറ്റേഴ്സ് ഉണ്ട് ഫോറക്സിൽ. ഇങ്ങനെ കുറെ കറൻസി അങ്ങനെ ബൈ ചെയ്യുന്നു, കുറെ കറൻസി ഈ കറൻസി ബൈ ചെയ്യുന്നു, ഇങ്ങനെ കറൻസി കൺവേർഷൻ ചെയ്യുന്ന കുറെ സ്പെക്യുലേറ്റീവ് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരുപാട് പൈസ ഇങ്ങനെ പല പല കറൻസീസ് വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അവര് കാരണം, അവരുടെ ആക്ഷൻ കാരണം എന്താണ്, കറൻസിയുടെ ഡിമാൻഡ് ചിലപ്പോൾ കൂടിയേക്കാം. അവരെന്തൊക്കെ ഒരു റീസൺസും ഉണ്ട്, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇങ്ങനെ കൂടാൻ പോവാണ് നിങ്ങൾ എക്സ്പെക്ടേഷൻ കിട്ടും. ഇപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ ഫോറക്സ് ട്രേഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒരുപാട് ഇന്ത്യൻ റുപ്പീസ് കൺവേർഷൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡാണ് കൂടുന്നത്. ഡിമാൻഡ് കൂടുന്നതിലൂടെ വാല്യൂ കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ വാല്യൂ കൂടുന്നതിന്റെ റീസൺസ് ഇതൊക്കെയാണ്. ഓക്കെ. ഇനി ഒരു കറൻസിയുടെ സപ്ലൈ, എങ്കിൽ സപ്ലൈ കൂടുന്നു, സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ കുറെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ കുറെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേറെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് അല്ല ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ, അവിടുത്തെ ഗുഡ്സ് വാങ്ങിക്കുകയാണ്. അപ്പൊ നമ്മുടെ കറൻസി ഒരുപാട് അങ്ങോട്ടേക്ക് പോകും. വി ആർ കൺവേർട്ടിങ് അവർ കറൻസി ടു ദെയർ കറൻസി. അപ്പൊ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയാണ്. വി ആർ സപ്ലൈ മോർ കറൻസി. ഇപ്പൊ സപ്ലൈ വരുന്ന സമയത്ത്, അല്ലെ സപ്ലൈ അല്ല, ഇമ്പോർട്ട് കൂടുന്ന സമയത്ത്, ഇപ്പൊ ഇമ്പോർട്ട്സ് ഒക്കെ കൂടുന്ന സമയത്ത് ഈ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ട്സ് കൂടുന്ന സമയത്ത് വാല്യൂ കുറയാണ് ചെയ്യുന്നത്. നേരത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വേറെ രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ഫ്ലോസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ സ്പെക്കുലേറ്റീവ് സെല്ലിംഗ് വരും. സ്പെക്കുലേഷൻസ് കാരണം കൊണ്ട് നമ്മുടെ കറൻസി ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുകയാണെങ്കിൽ വാല്യൂ കൂടും. സ്പെക്കുലേഷന്റെ കാരണം കൊണ്ട് നമ്മുടെ കറൻസി എല്ലാവരും സെല്ല് ചെയ്യുകയാണെങ്കിൽ വാല്യൂ കുറയും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ്. അപ്പൊ ഇത് കാരണം കൊണ്ട് നമ്മുടെ കറൻസി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. ആണ് ഒരു ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ട്രേഡ് ഒക്കെ ബാലൻസ് ആവാൻ ഇതൊക്കെ. ഇപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ എക്സൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇമ്പോർട്ട് കൂടുകയാണ്. ഇമ്പോർട്ട് കൂടുകയാണ് എക്സ്പോർട്ടിനേക്കാൾ. നമ്മുടെ എക്സ്പോർട്സ് കുറയാണ്. ഇപ്പൊ എക്സ്പോർട്സ് കുറയുമ്പോൾ ഇമ്പോർട്ട് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവരുടെ സാധനം നമ്മൾ ഒരുപാട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാധനം ഒരുപാട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇമ്പോർട്ട് കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫോറിൻ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കറൻസി ഒരുപാട് അവരുടെ കറൻസിയിലേക്ക്, നമ്മുടെ കറൻസി ഒരുപാട് അവരുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഇമ്പോർട്ട് കൂടുക. ഇമ്പോർട്ട് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക, കറൻസിയുടെ വാല്യൂ കുറയല്ലേ, കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അങ്ങനെ നമ്മുടെ കറൻസിയുടെ വാല്യൂ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ കറൻസിയുടെ വാല്യൂ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ എന്താകും, നമ്മുടെ കറൻസിയുടെ വാല്യൂ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒന്നുകൂടെ എന്താകും, ചീപ്പർ ആകും. നമ്മുടെ പ്രൊഡക്ട്സ് ചീപ്പർ ആവുന്ന എക്സ്പോർട്സ് ചീപ്പർ ആകും. എക്സ്പോർട്സ് ചീപ്പർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നേരത്തെ ഇമ്പോർട്ട് കൂടിയതല്ലേ, അത് നേരെ തിരിയും, നമ്മുടെ എക്സ്പോർട്ട് കൂടാൻ തുടങ്ങും. അതായത് ട്രേഡിന്റെ, ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ആ ഒരു ബാലൻസ് ഓഫ് ട്രേഡിലുള്ള ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള ആ ഒരു ഇംബാലൻസ് ട്രേഡ് ആവും ഓട്ടോമാറ്റിക്കലി. ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, വളരെ ഫ്ലോട്ട് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് കൂടിക്കിടക്കുകയാണ് എക്സ്പോർട്ടിനേക്കാൾ. ദാറ്റ് മീൻസ് നമ്മൾ ഒരുപാട് സാധനം അവിടെ നിന്ന് വാങ്ങിക്കുന്നു. നമ്മുടെ കറൻസി ഒരുപാട് അവിടേക്ക് കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കറൻസിയുടെ സപ്ലൈ ആണ് കൂടുന്നത്, അല്ലെങ്കിൽ അവരുടെ കറൻസിയാണ് ഒരുപാട് ഡിമാൻഡ്, അവരുടെ കറൻസിയുടെ ഡിമാൻഡാണ് കൂടുന്നത്. അപ്പൊ അവരുടെ കറൻസി സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ കറൻസി ഫോളോ ചെയ്യും. നമ്മുടെ കറൻസി ഫോളോ ആയാൽ നേരെ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ അവർക്ക് ചീപ്പർ ആവും. അപ്പൊ നമ്മുടെ എക്സ്പോർട്സ്, നമ്മുടെ സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കാൻ തുടങ്ങും. നമ്മുടെ എക്സ്പോർട്സ് കൂടും. എക്സ്പോർട്സ് കൂടി വരുമ്പോൾ വീണ്ടും ഇത് വരും. നമ്മളൊരു ബാലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ,
എക്സ്ചേഞ്ച് റേറ്റിന് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് പറയാനായിട്ട്. ഈ ട്രേഡ് ബാലൻസ് ഓഫ് ട്രേഡിലുള്ള ആ ഒരു ഇംബാലൻസ് ഒക്കെ എന്താകും? ഒന്ന് കറക്റ്റ് ആവും, ബാലൻസ് ഇംബാലൻസ് എന്നാവും, കറക്റ്റ് ആവും, ബാലൻസ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ആണോ? ജസ്റ്റ് ഈ പോയിന്റ്സുകളൊക്കെ വായിച്ചിട്ട് ഒരു മനസ്സിലാക്കിയാൽ മതി, ഇത്രയും. ഇനി ഒരു മാനേജ്ഡ് ഫ്ലോട്ട് എന്താ? മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കറൻസി ഇങ്ങനെ ഫ്രീലി ഫ്ലോട്ട് ആകും, കറൻസി ഫ്രീലി ഫ്ലോട്ട് ആകും. ബട്ട് വലിയ ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യില്ല, വലിയ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കില്ല. അങ്ങനെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇന്റർവീൻ ചെയ്തിട്ട് മേജർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതൊന്നും അവോയ്ഡ് ചെയ്യും. അപ്പൊ അതൊന്ന് ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കും. കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, മേജർ ഫ്ലക്ച്വേഷൻസ് അവോയ്ഡ് ചെയ്യും. അതാണ് മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്രീലി ഫ്ലോട്ടിംഗ് അല്ല, മാനേജ്ഡ് ഫ്ലോട്ടിംഗ്. ഇത്ര മനസ്സിലാക്കുക. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് പ്ലീസ്, റെസ്പോണ്ട്. ഓക്കെ ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗവൺമെന്റ് മാക്രോ എക്കണോമിക് പോളിസിയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ഒരു കറൻസി അല്ലെങ്കിൽ കുറച്ചധികം കറൻസീസ് എടുത്തിട്ട് കുറച്ചധികം കറൻസീസ് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസീസ്, കുറച്ച് രാജ്യങ്ങളുടെ കറൻസീസ് എടുത്തിട്ട് ആ കറൻസീസിനോട് റിലേറ്റീവ് ആയിട്ട് നമ്മുടെ കറൻസി ഇങ്ങനെ പറയും, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് പറയും, ഒരു ആവറേജ് നിൽക്കുന്ന രീതിയിൽ. ആ രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ഇത്. സ്പെസിഫിക്കലി ഒരു കറൻസിനോടുള്ള കൺവേർഷൻ റേറ്റ് അല്ല, വേറെ കുറെ കറൻസീസ് ഒക്കെ എടുത്തിട്ട് അതിനോട് റിലേറ്റ് ചെയ്ത് നമ്മുടെ കറൻസിയുടെ ഒരു ആവറേജ് വാല്യൂ അല്ലെങ്കിൽ കൺവേർഷൻ വാല്യൂ എന്താണ്. അപ്പൊ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ഈ റേറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കീം. ഇത് കുറച്ച് ഒരുപാട് കറൻസീസിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ കറൻസിക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ മാറരുത്, കുറെ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതിങ്ങനെ അത് ഫിക്സഡ് ആയിട്ട് വെക്കാൻ നോക്കും. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കറൻസീസിനായിട്ട് നമ്മുടെ കറൻസി ഭയങ്കരമായിട്ട് മൂല്യം കുറയുന്നുണ്ടാകും. അപ്പൊ അത് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കറൻസിയുടെ മൂല്യം കൂട്ടിയിരിക്കണം. ചിലപ്പോൾ വേറൊരു കറൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കറൻസി ഭയങ്കരമായിട്ട് മൂല്യം കൂടുന്നുണ്ടാവും. അതും പറ്റില്ല, അത് എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, വലിയ വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലാതെ നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് കുറെയൊക്കെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ബാക്കി എല്ലാ കറൻസീസിനായിട്ടും നമ്മുടെ കറൻസീസിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഗവൺമെന്റ്സ് ഈ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിൽ പല ഗവൺമെന്റും അവരുടെ കറൻസീസിനെ ഡീവാല്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ് ഇത്, കുറച്ച് വാല്യൂ കുറച്ചിട്ടുണ്ട്, ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് ചിലപ്പോ അങ്ങനെ ചെയ്യും. ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയുന്നു. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. അത്ര മതി, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു ക്രോളിംഗ് പെഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ക്രോളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കറൻസി ഫ്ലക്ച്വേറ്റ് ആയിക്കോട്ടെ, ഭയങ്കര ഫിക്സ്ഡ് ആയിട്ട് വെക്കില്ല, ഫ്ലക്ച്വേറ്റ് ആയിക്കോട്ടെ, ബട്ട് ഒരു നാരോ റേഞ്ച് പറയും. ആ റേഞ്ചിനുള്ളിൽ, ഓക്കെ, ഒരു റേഞ്ച് സെറ്റ് ചെയ്തിട്ട് ആ റേഞ്ചിനുള്ളിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഒരു റേഞ്ചിന്റെ ഉള്ളിൽ പിന്നെ ഒരു ടാർഗറ്റ് റേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഒരു ടാർഗറ്റ് റേറ്റ്, ആ ടാർഗറ്റ് റേറ്റിന് അക്രോസ് ഇങ്ങനെ എന്ത് ചെയ്തോട്ടെ, ഫ്ലക്ച്വേറ്റ് ചെയ്തോട്ടെ. ആ റേഞ്ച് എക്സീഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് റേറ്റിലേക്ക് എത്തിക്കാം. താഴത്തെ ആ ഒരു റേഞ്ചിലേക്ക് താഴേന്ന് പോയി കഴിഞ്ഞാൽ അതും ആ ടാർഗറ്റ് റേറ്റിലേക്ക് എത്തിക്കാം. നമ്മുടെ മില്ലർ ഓർ മോഡലൊക്കെ ക്യാഷ് മാനേജ്മെന്റ് മോഡൽ ആയിട്ടുള്ള മില്ലർ ഓർ മോഡൽ അതുപോലൊക്കെ ഒരു മാക്സിമം റേഞ്ച് ഉണ്ടായിരിക്കും, താഴെ റേഞ്ച് ഉണ്ടായിരിക്കും. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അത് മാക്സിമം റേഞ്ച് എക്സീഡ് ചെയ്യുമ്പോൾ ടാർഗറ്റിലേക്ക് എത്തിക്കും, താഴെ എത്തുമ്പോൾ ടാർഗറ്റ് റേറ്റിലേക്ക് എത്തിക്കും. അങ്ങനെ ആ ഒരു ടാർഗറ്റ് റേറ്റിലേക്ക് ഇങ്ങനെ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ക്രോളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് റേറ്റ് എപ്പോഴും ഒന്നും ആവണമെന്നില്ല കേട്ടോ, അതിങ്ങനെ മാറ്റി മാറ്റി കളിക്കും. ചിലപ്പോൾ ഇൻഫ്ലേഷൻ ഒക്കെ കാരണം കൊണ്ട് ആ ടാർഗറ്റ് റേറ്റ് ചിലപ്പോൾ മാറിയേക്കാം. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു, അങ്ങനെ കാൽക്കുലേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതിലൊരു എക്സാമ്പിളും പറയുന്നുണ്ട്, മെക്സിക്കോയിൽ എന്ന് സംഭവിച്ചു ഇൻഫ്ലേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ക്ലിയർ അല്ലേ? ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ലാസ്റ്റ് ഭാഗം മാത്രമായിരുന്നു നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ടായിരുന്നു.